ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി കാലടിയിൽ സ്വകാര്യ ബസ് പണിമുടക്ക്. കാലടി മേഖലയിലെ 120-ൽ പരം വരുന്ന ബസ് ഉടമകളും ജീവനക്കാരും സംയുക്തമായിട്ടാണ് പണിമുടക്ക് നടത്തിയത്. കാലടി ബസ് സ്റ്റാൻഡിലെ അശാസ്ത്രീയമായ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനും ഗതാഗത കുരുക്കിനും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു പണിമുടക്ക്. കാലടി ബസ് സ്റ്റാൻഡിലെ അശാസ്ത്രീയമായ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണവും ഗതാഗത കുരുക്കും മൂലം സ്വകാര്യ ബസ്സുകൾ പ്രതിസന്ധിയിലായതിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച നടത്തിയ പണിമുടക്കിനെ തുടർന്ന് ജനം ദുരിതത്തിലായി. ഗ്രാമപ്രദേശങ്ങളായ ഇല്ലിത്തോട്, മലയാറ്റൂർ, മഞ്ഞപ്ര, ചുള്ളി, പാറപ്പുറം, ചേരാനെല്ലൂർ, ചൊവ്വര തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർ യാത്രാ സൗകര്യമില്ലാതെ വലഞ്ഞു. അങ്കമാലി പെരുമ്പാവൂർ റൂട്ടിൽ KSRTCയുടെ ഒരു ബസ് മാത്രമാണ് രാവിലെയും വൈകിട്ടും ഓരോ ട്രിപ്പ് ഓടിയത്. കാലടി മേഖലകളിലെ 120-ൽ പരം വരുന്ന ബസ്സുകളിലെ ഉടമകളും ജീവനക്കാരും സംയുക്തമായിട്ടാണ് പണിമുടക്ക് നടത്തിയത്. സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും കാലടിയിലെ നിത്യേനയുള്ള ഗതാഗത കുരുക്കിന് ഒരു മാറ്റവും ഉണ്ടായില്ല. പ്രായോഗികമായ ഒരു ബദൽ സംവിധാനം ഒരുക്കാതെ ബസ്സുകളെ റോഡിലേക്ക് തള്ളിവിട്ട നടപടിയെ തുടർന്ന് കരിദിനാചരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ നേരത്തെ ബസ് ഉടമകൾ നടത്തിയിരുന്നു. സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗത്ത് കനാലിനോട് ചേർന്ന ഭാഗം താൽക്കാലിക ബസ് സ്റ്റാൻഡിനായി സൗകര്യമൊരുക്കാൻ കഴിയുമെങ്കിലും അതിന് തുനിയാതെ പകരമായി മാംസ മാർക്കറ്റിലേക്കാണ് ബസ്സുകളെ മാറ്റാൻ നിർദ്ദേശിച്ചത്. എന്നാൽ ബസ്സുകൾക്ക് സുഗമമായി കയറിയിറങ്ങാനോ യാത്രക്കാർക്ക് കാത്തു നിൽക്കുവാനോ യാതൊരു സൗകര്യങ്ങളും ഒരുക്കാതെയാണ് ഇത്തരം തീരുമാനമെടുത്തത്. ബസ്സുകൾക്ക് MC റോഡിൽ നിന്നും കയറിയിറങ്ങാൻ ബലമുള്ള സ്ലാബുകൾ ഇടുന്നതിന് ആവശ്യമായ നടപടികൾ പോലും സ്വീകരിക്കാതെ കേവലം മാർക്കറ്റിന്റെ ഗേറ്റ് മാത്രമാണ് പൊളിച്ചു മാറ്റിയത്. യാത്രക്കാർ ആരും തന്നെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ഇതിനിടയിൽ MC റോഡിനരികിലായി ഷീറ്റ് കൊണ്ട് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം തയ്യാറാക്കിയെങ്കിലും ബസ്സുകൾ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ പുറകിലായി വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാതെ ഗതാഗത കുരുക്ക് വർദ്ധിക്കുകയാണ്. മഴ ആരംഭിച്ചാൽ സ്കൂൾ തുറക്കുന്നതോടെ സ്ഥിതി കൂടുതൽ വഷളാകും. ശ്രീശങ്കര പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി പ്രകടനമായിട്ടാണ് ബസ് ഉടമകളും ജീവനക്കാരും ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെത്തി ധർണ നടത്തിയത്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി കാലടി മേഖലാ പ്രസിഡന്റ് AP ജിബിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം CITU അങ്കമാലി ഏരിയ സെക്രട്ടറി CK സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഏകദേശം 4.5 ഏക്കറോളം സ്ഥലം അങ്ങ് തെക്ക് വശത്ത് കനാലിനോട് ചേർന്നുള്ള ഭാഗം മുതൽ ഈ അറ്റം വരെയുള്ള ഇത്രയും കണ്ണായ സ്ഥലം ഉണ്ടായിട്ട് പോലും നിലവിൽ 28 വർഷമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്വകാര്യ ബസ്സുകളുടെ സ്റ്റാൻഡ് അടച്ചുപൂട്ടി നിർദാക്ഷിണ്യമെന്ന് വേണം പറയാൻ 120ഓളം ബസ്സുകളെ പുറത്താക്കിയിട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 120 ബസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെറിയ എമൗണ്ട്, ചെറിയ ഒരു എണ്ണമായിട്ട് ഒരു പക്ഷെ നമുക്ക് തോന്നിയേക്കാം. ഒരു 15 ദിവസം കഴിഞ്ഞ സ്കൂൾ തുറക്കില്ലേ? ഈ കാലടിയിൽ വിവിധ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളുടെ ഒരു തിരക്ക് വെറുതെ നിങ്ങളിൽ അനുഭവമുള്ള ആളാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കുക. എന്ത് ചെയ്യുമോ? ഇവിടെ വലിയ തോതിൽ വാഹനങ്ങൾ ചീറിപ്പോയെന്ന ഒരു മേഖലയാണ്. ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൂടായില്ല. ഒരു പ്രാദേശിക ഗവൺമെന്റ്, പഞ്ചായത്ത് എന്ന് പറഞ്ഞപ്പോൾ അതാണ്, പണ്ടത്തെ മാതിരിയല്ല, ഒരുപാട് അധികാരമുണ്ട്. PBOA ജില്ലാ സെക്രട്ടറി KM സിറാജ്, യൂണിറ്റ് സെക്രട്ടറി BO ഡേവിസ്, INTUC അങ്കമാലി റീജിയണൽ പ്രസിഡന്റ് ബാബു ഡാനി, PBOA പെരുമ്പാവൂർ പ്രസിഡന്റ് ജിജി തോമസ്, സെക്രട്ടറി KC രാമചന്ദ്രൻ, സജി സെബാസ്റ്റ്യൻ, ജോളി തോമസ്, TS സിജുകുമാർ, നവീൻ ജോൺ, ജിജോ ജോണി, KP പോളി, PT ഡേവിസ്, സുധീഷ്, സാബു, റസാഖ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ ഒരു വികസനമായാലും കാലടിയുടെ വികസനവുമായി മുൻ ഭരണസമിതിയൊക്കെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ തീരുമാനിച്ചിരുന്നു. അതിന് പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കി. അത് പിന്നീട് മുന്നോട്ട് ചലിച്ചില്ല. ഇപ്പോഴത്തെ ഭരണസമിതി പുതിയ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നു. അതിന് പ്രവർത്തനം ആരംഭിക്കുന്ന അവസാന ഘട്ടത്തിലാണ് അസോസിയേഷൻ ഒരു കത്ത് വന്നത്. കത്ത് തരാനുണ്ടായ സാഹചര്യം, വർഷങ്ങളായി കാലടി ബസ് സ്റ്റാൻഡിൽ പേട്ട പിരിച്ചു നൽകുന്നത് അസോസിയേഷനാണ്. ന്യൂസ് ബ്യൂറോ, കാലടി.
കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.